റസൂല് ഒരു രാത്രിയുണ്ട്, ആ രാത്രിയിൽ നിങ്ങൾ ഇബാദത്ത് എടുത്താൽ 1000 മാസങ്ങളേക്കാൾ ഇബാദത്ത് എടുത്തതിന്റെ കൂലിയുണ്ടെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുകയുണ്ടായി. ആ സമയത്താണ് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരേ, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ഇന്നത്തെ രാത്രിയാണെന്ന് എനിക്ക് ഉറപ്പായി കഴിഞ്ഞാൽ എന്താണ് നബിയെ ഞാൻ ഇന്ന് ചെല്ലേണ്ടതെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുത്തെ പത്നിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ പത്നിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം, അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം ഇസ്ലാമിന്റെ അറിവിന്റെ വിജ്ഞാനം ലോകത്തിന്റെ നാനാദിക്കുകളിലേക്ക് പ്രചരിപ്പിക്കപ്പെടുവാൻ ഒരു കാരണമായിരുന്ന മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മഹദി അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ എന്നല്ല അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നത്തെ രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് എനിക്ക് ഉറപ്പായി കഴിഞ്ഞാൽ എന്താണ് നബിയെ ഞാൻ ചൊല്ലേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ, അല്ലാഹുവേ നീ പുറത്തു കൊടുക്കുന്നവനാണല്ലാ, അല്ലാഹുവേ നീ പുറത്തു കൊടുക്കുവാൻ ഇഷ്ടപ്പെടുന്നവനാണല്ലോ അല്ലാ, അതുകൊണ്ടൊന്ന് എനിക്ക് നീ പുറത്തു തരണമേ റബ്ബേ. ഇതാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ നിങ്ങൾ പറയേണ്ടതെന്ന് അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെയാണ് നാം ലൈലത്തുൽ ഖദ്റിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന രാവിന്റെ പ്രത്യേകത ഇവിടെ വെച്ചുകൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയാണ്, ലൈലത്തുൽ ഖദ്റിന്റെ രാവിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബൈത്തുൽ ഇസ്സാ എന്ന് പറയുന്ന ഒന്നാം ആകാശത്തിലേക്ക് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇറക്കി കൊടുത്തതെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. എന്താണ് വിശുദ്ധമായ ഖുർആനിന്റെ പവിത്രത? എന്താണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ? ആയാതുഹു കുല്ലമാ ത്വലൽ മുദാജുദു യുസീനുഹുൻ നജമാ ലിൽതിഖി വൽ ഖിദമി. എന്താണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ പ്രത്യേകത? ഓരോ ദിവസങ്ങൾ കൂടുന്തോറും അതിന്റെ മഹത്വങ്ങൾ, അതിന്റെ പവിത്രതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതാണ് ഹോളി ഖുർആൻ, അതാണ് പരിശുദ്ധ ഖുർആൻ. എന്നാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ വിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ടായിട്ട് ആ വിശുദ്ധമായ ഖുർആനിനെ നമ്മുടെ വീടിന്റെ ഉള്ളറകളിൽ കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ എക്സിബിഷന് പോയതുപോലെ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമായി അവിടെ നമ്മുടെ ഷോക്കേസുകളിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് വാട്സപ്പിന്റെ കാലമാ, ഇത് ഫേസ്ബുക്കിന്റെ കാലമാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്തെ ഏറ്റവും പവിത്രമായ ഗ്രന്ഥം അത് ഫേസ്ബുക്ക് ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തേണമേ. 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്ത വിശുദ്ധമായ ഖുർആനാണ്. അതാണ് ഹോളി ഖുർആൻ. ആ
ഗ്രന്ഥത്തിലാണ് ലോകത്തിന്റെ തുടക്കം മുതൽ ലോകാവസാനം വരെ നീണ്ടുകിടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി കൊണ്ട് അല്ലാഹു തആല പ്രതിപാദിച്ചിട്ടുള്ള ഗ്രന്ഥം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ വിശുദ്ധമായ ഖുർആനിനെ കാണുമ്പോൾ അത് എടുത്തുകൊണ്ടൊന്ന് പാരായണം ചെയ്യുവാൻ ലൈലത്തുൽ ഖദ്റിന്റെ രാവ് വരുമ്പോഴെങ്കിലും നമ്മൾ അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധകളെ ചെലുത്തണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിന്റെ വിശുദ്ധമായ ഖുർആൻ ഉണ്ടായിരുന്നു. എത്രമാത്രമെന്ന് വെച്ചാൽ 1888 ബ്രിട്ടീഷുകാരെ ഈജിപ്ത് പിടിച്ചെടുക്കുവാൻ വേണ്ടി ബ്രിട്ടീഷിന്റെ സൈന്യം 1888 ബ്രിട്ടീഷിന്റെ സൈന്യത്തിന്റെ മുമ്പിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ വിശുദ്ധമായ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടുന്ന് ഈജിപ്ഷ്യൻ സൈന്യത്തോട് ബ്രിട്ടീഷുകാരെ പോരടിക്കാൻ വേണ്ടി കടന്നു വരുന്ന സമയത്ത്, അവിടെ വെച്ചുകൊണ്ട് പരാജയപ്പെടുന്ന സമയത്ത്, ബ്രിട്ടീഷിന്റെ സൈന്യം പരാജയപ്പെടുന്ന സമയത്ത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ഗോഡ്സ്റ്റൺ എന്ന് പറയുന്ന മനുഷ്യൻ ബ്രിട്ടീഷ് പാർലമെന്റിൽ കയറി നിന്നുകൊണ്ട്, പാർലമെന്റ് അധോസഭയിൽ കയറി നിന്നുകൊണ്ട്, ഹൗസ് കോമണിൽ കയറി നിന്നുകൊണ്ട് ഗോഡ്സ്റ്റൺ എന്ന് പറയുന്ന മനുഷ്യൻ അവിടുന്ന് വിശുദ്ധമായ ഖുർആനിന്റെ കോപ്പി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. അദ്ദേഹം പറയുകയാണ്, as long as the Egyptian got this book with them, we will not enjoy peace and quiet in that land. എത്ര കാലമാണ് ഈ വിശുദ്ധമായ ഗ്രന്ഥം ഈജിപ്തിലെ മുസ്ലിങ്ങളുടെ കൈകളിൽ വെക്കുന്നത്? എത്ര കാലമാണ് ഈ ഹോളി ഖുർആൻ അവരുടെ കരങ്ങളിൽ അവർ സൂക്ഷിച്ചു വെക്കുന്നത്? ആ കാലത്തോളം ആ ഈജിപ്തിന്റെ മണ്ണിൽ വിജയത്തിന്റെ വൈജയന്തി നാട്ടാൻ നമ്മൾക്ക് സാധ്യമല്ല എന്ന്, അവിടെ സമാധാനം സൃഷ്ടിച്ചെടുക്കുവാൻ നമ്മൾക്ക് സാധ്യമല്ല, നമ്മൾ ബ്രിട്ടീഷുകാർക്ക് സാധ്യമല്ലെന്ന് ഗോഡ്സ്റ്റൺ എന്ന് പറയുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, യൂറോപ്യന്മാര് മുഴുവനും ആധുനിക കാലഘട്ടത്തിൽ ആ വിശുദ്ധമായ ഗ്രന്ഥത്തിലേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എത്രമാത്രമെന്ന് വെച്ചാൽ ശാസ്ത്രലോകം വരെ ആ ഗ്രന്ഥത്തിലേക്കാണ് ഓടിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്തായിട്ട് ശാസ്ത്രലോകം ചന്ദ്രനിലേക്ക് പോയ സമയത്ത്, ചന്ദ്രൻ ഒരു ഡിബേറ്റർ, ഒരു പിളർപ്പ് കണ്ട സമയത്ത് അവരെല്ലാവരും ശാസ്ത്രജ്ഞന്മാരെ മുഴുവനും കൂടിയിട്ട് ഒരു ചർച്ച നടത്തു. എന്തുകൊണ്ടാണ് ചന്ദ്രന് ഈ ഒരു പിളർപ്പ്, ഈ ഒരു ഡിബേറ്റർ എന്തുകൊണ്ടാണ് ചന്ദ്രൻ ഉണ്ടാകാനുള്ള കാരണമെന്ന് പഠിച്ചപ്പോ അവരുടെ ഗ്രന്ഥങ്ങളിലൊന്നും ഇതിനുള്ള മറുപടി കിട്ടിയില്ല. അവസാനം അവര് അവലംബിച്ച ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. അതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിന്റെ രാവിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ വിശുദ്ധമായ ഗ്രന്ഥമായ ഹോളി ഖുർആൻ ഒന്നാം ആകാശത്തിലേക്ക് അല്ലാഹു തആല ഇറക്കിയത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇറക്കിയ രാവാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി. അതുകൊണ്ട് ആ രാവിന് വല്ലാത്ത പ്രത്യേകതയുണ്ട്. ഈ രാവിൽ നമ്മൾ ടെലിവിഷന്റെ മുമ്പിൽ പോയിട്ട് സിനിമ കാണേണ്ട രാവുകളല്ലല്ലോ. റമദാൻ വരുന്ന സമയത്ത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റമദാൻ വരുമ്പോ മാത്രം നമ്മുടെ വീടുകളിലേക്കൊന്ന് നോക്കിയാൽ അവിടെയെല്ലാം നമ്മളൊക്കെ കരിമ്പ് ജ്യൂസ് ഇങ്ങനെ പൊതിഞ്ഞു വെക്കില്ല, അതുപോലെ ടെലിവിഷൻ പൊതിഞ്ഞു വെക്കുന്ന ഒരു അവസ്ഥാവിശേഷം കാണാറുണ്ട് എന്റെ പ്രിയമുള്ളവർ. തങ്ങൾ ഇതൊരിക്കലും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടം അവിടുത്തെ ദിക്റുകളും അവിടുത്തെ അദ്കാറുകളും അവിടുത്തെ പേരിലുള്ള സ്വലാത്തുകളും അവിടുത്തെ ഗ്രന്ഥങ്ങളും വായിക്കുക. ഇതായിരുന്നു അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇതിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത്. അല്ലാതെ റമദാൻ വരുമ്പോ മാത്രം ടെലിവിഷൻ മൂടി വെച്ചത് കൊണ്ട് കാര്യമില്ല. അല്ലാഹുവിലേക്ക് നമ്മൾ മടങ്ങിയിട്ട് അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യേണ്ട ദിനരാത്രങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ശിഷ്യ ലൈലത്തുൽ ഖദ്റിന്റെ രാവെന്ന് പറഞ്ഞാൽ മാസങ്ങളുടെ നേതാവെന്നറിയപ്പെടുന്ന റമദാനിന്റെ അവസാനത്തെ രാവിലാണെന്നാണ് ലോകത്ത് കഴിഞ്ഞു പോയ ഒരുപാട് മഹാരഥന്മാരായ പണ്ഡിതന്മാര് പറയുന്നത്.
എത്രമാത്രമെന്ന് വെച്ചാൽ ലോകത്ത് കഴിഞ്ഞു പോയ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നു അത് റമദാനിലെ 27-ാം രാവിനാണ്. നിങ്ങളെല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്ന, ഞാനും നിങ്ങളുമെല്ലാം വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ആ രാവൊന്ന് കിട്ടിയെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്ന രാവ്, അത് ലൈലത്തുൽ ഖദ്ർ, അത് റമദാനിന്റെ 27-ാമത്തെ രാവിലാണെന്നാണ് ലോകത്ത് കഴിഞ്ഞുപോയ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത്. എന്നാൽ നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുനാ ശാഫി റളിയല്ലാഹു അൻഹു, ആരാണ് ഇമാമുനാ ശാഫി റളിയല്ലാഹു അൻഹു? അല്ലാഹുവിന്റെ റസൂലിന്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ തുറന്നു വെച്ചുകൊണ്ട് തന്റെ പേന കളഞ്ഞു പോയ സ്ഥലം എവിടെയാണെന്ന് കണ്ടെത്തിയിരുന്ന നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുനാ ശാഫി റളിയല്ലാഹു അൻഹു, ആ മഹാനുഭാവൻ ആ ശാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, റമദാൻ 21-ാം രാവിലോ അല്ലെങ്കിൽ 25-ാം രാവിലോ ആണ് ലൈലത്തുൽ ഖദ്ർ എന്ന് ഇമാമുനാ ശാഫി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഏതായാലും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് അത് വിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ 10 എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാര് പറയുന്നത്. അത് 27-ാം രാവ് ഇന്നത്തെ രാവിലായിരിക്കുമെന്നാണ് ലോകത്ത് കഴിഞ്ഞുപോയ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ലൈലത്തുൽ ഖദ്റിന്റെ പവിത്രതകൾ, അതിന്റെ മഹത്വങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണേ. എന്താണ് ലൈലത്തുൽ ഖദ്ർ? എന്താണ് ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത? മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു ഹദീസ്